Queridos jóvenes, también Dios se fija en ustedes y los llama, y cuando lo hace, está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret, pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La Iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ബോധ്യം തരും. കുമ്പസാരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ബോധ്യം കർത്താവ് നമുക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ബോധ്യം കിട്ടി, ആ ബോധ്യത്തിൽ നിന്ന് കുമ്പസാരിച്ചാൽ വലിയ ദൈവാനുഗ്രഹങ്ങൾ കിട്ടും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുമ്പസാരക്കൂട്ടിൽ സംഭവിച്ച അത്ഭുതങ്ങളുടെ അനേക ഓർമ്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരു പ്രധാനപ്പെട്ട അനുഭവം ഞാൻ പറയാം. ഞാൻ ഖത്തറിൽ അവിടുത്തെ മലങ്കര കമ്മ്യൂണിറ്റിയിൽ ഒരു 1.5 മാസം ഒരു പ്രത്യേക ആവശ്യത്തിന് അവിടെ പോയി ശുശ്രൂഷ ചെയ്ത് അവിടെ താമസിച്ചിരുന്നു. ആ സമയത്ത് ജീസസ് യൂത്തിലെ അനേകം ചെറുപ്പക്കാർ, സഹോദരിമാർ അവരൊരുമിച്ച് വന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ജീസസ് യൂത്തിന് വേണ്ടി വൈകുന്നേരങ്ങളിൽ ട്രെയിനിങ് പ്രോഗ്രാംസ്, അവർക്ക് ബൈബിൾ പഠിപ്പിക്കുക, ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ ജീസസ് യൂത്തിലെ ചെറുപ്പക്കാരെല്ലാം കൂടി ഒരു ദിവസം ഒരുമിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു, വച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹോദരി അനേകം മാസങ്ങളായിട്ട് എല്ല് പൊടിയുന്ന അസുഖവുമായിട്ട് തളർന്നു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സഹോദരിക്ക് കുമ്പസാരിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് കുമ്പസാരിക്കാൻ പറ്റില്ല, അച്ഛനെ അങ്ങോട്ട് ചെല്ലാമോ? അപ്പോൾ സൗകര്യപ്രദമായിട്ട് അച്ഛനെ വിളിക്കും. അപ്പോൾ അച്ഛന് പോകാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് ഫോൺ നമ്പർ കൊടുത്തു. അവൾ ആ രോഗക്കിടക്കെ കിടന്നുകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ ആ വീട്ടിലേക്ക്, അവളുടെ ഭർത്താവ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ചെറുപ്പക്കാരി, ചങ്ങനാശ്ശേരിക്കാരി ഒരു മകള്, ഒരു ചെറിയ കുഞ്ഞുണ്ട്, കൊച്ചുകുട്ടി. ഭർത്താവ് ജോലി ചെയ്യുന്നു. ഇവൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി മറ്റൊരു വിദേശ രാജ്യത്ത് നിന്ന് അവളുടെ ജോലി കളഞ്ഞിട്ട് ഖത്തറിലേക്ക് എത്തിയതാണ്. അങ്ങനെ അവൾ അവിടെ എത്തി. ഏതാനും നാളുകൾ കഴിയുമ്പോൾ ഇവൾക്കൊരു അപൂർവമായ അസുഖം കണ്ടെത്തി, നടുവേദന. അത് എന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ എല്ല് പൊടിയുന്ന രോഗമാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും അവൾ കിടപ്പിലായി. എഴുന്നേൽക്കാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായി. ശരീരം തളർന്ന അവസ്ഥയായി. കൊച്ചിനെ നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഈ ഭർത്താവ് കുഞ്ഞിനെ നോക്കി ജോലിയൊക്കെ ചെയ്ത് വളരെ ക്ലേശിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണത്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സ് ഒരു മേജർ സർജറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഉറപ്പൊന്നുമില്ല, ഇവൾ എഴുന്നേക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഈ മകൾ തളർന്നു കിടക്കുന്ന ഒരു സന്ദർഭമാണത്. അപ്പോൾ ഈ സാഹചര്യം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൾ കുമ്പസാരിച്ചു. കുമ്പസാരം എല്ലാം കഴിഞ്ഞ് ആശീർവാദം എല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു പോരുമ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, നീ കുറച്ച് വചനമൊക്കെ വായിക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്ത്
ഞാൻ തിരിച്ചു പോരുന്നു. 4 ദിവസം കഴിയുമ്പോൾ ഈ പെൺകുട്ടി എന്നെ വീണ്ടും വിളിച്ചിട്ട് അവൾ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒന്നുകൂടെ കുമ്പസാരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു 4 ദിവസമല്ലേ ആയുള്ളൂ കുമ്പസാരിച്ചിട്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇന്നലെ വേറൊരു രാജ്യത്ത് ശുശ്രൂഷ ചെയ്യുന്ന മറ്റൊരു ജീസസ് യൂത്ത്, ആ ശുശ്രൂഷകൻ നല്ല ഗിഫ്റ്റഡ് കൗൺസിലറാണ്. ആ കൗൺസിലർ അവർ പറഞ്ഞിട്ട്, അവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ട് എന്നെ ഫോണിൽ വിളിച്ച് എന്നോട് സംസാരിച്ച് ഫോണിൽ കുറേ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഞാൻ ഗൗരവമായിട്ട് എടുക്കാതിരുന്ന ജീവിതത്തിലെ ചില പാപമേഖലകൾ കർത്താവ് കാണിച്ചു കൊടുത്ത പോലെ ചില മേഖലകൾ, വലിയ മാരകമായ പാവങ്ങളെല്ലാം ഓർമ്മയിലുള്ളതെല്ലാം അവൾ കുമ്പസാരിച്ചിട്ടുണ്ട്. എന്നാൽ ചില മേഖലകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില മേഖലകൾ അവൾ അത് കണ്ടെത്താതെ കിടന്നത്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്ന, നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ മറന്നുപോയ കാര്യങ്ങളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവൾ അതെല്ലാം കണ്ണുനീരോടൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. അവൾ എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ അച്ഛനൊന്ന് വരാമോ? ഞാൻ പറഞ്ഞു, മോളെ ഞാൻ നല്ല തിരക്കിലാണ് ഇവിടെ, എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ, അല്ലെ നാളെ ആവട്ടെ. അവൾ പറഞ്ഞു, അച്ഛാ പറ്റില്ല, എനിക്ക് കുമ്പസാരിച്ചേ പറ്റൂ, എനിക്കൊരു മനസമാധാനമില്ല, ഞാനും ശരിക്കും ശ്രദ്ധിക്കാതെ കിടന്ന ഇഷ്ടം പോലെ മേഖലകൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരാം, ആരെന്നെ കൊണ്ടുപോകും? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് നല്ല ജോലി തിരക്കുള്ള ദിവസമാണ്, ഭർത്താവിൻ്റെ കൂട്ടുകാരെ ഞാൻ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ജീസസ് യൂത്തുകാർ വന്നു, എന്നെ കാറെ കയറ്റി അവളുടെ വീട്ടിൽ കൊണ്ടുചെന്നു. അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ജോലി സ്ഥലത്തു നിന്ന് വരികയാണ്, ഞങ്ങൾ കുമ്പസാരം കഴിയുമ്പോൾ അച്ഛൻ വിളിച്ചു, ഞങ്ങൾ വന്ന് അച്ഛനെ തിരിച്ചു കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് തളർന്ന് കിടക്കുകയാണ്. കുഞ്ഞിനെ ഭർത്താവ് നാട്ടിലേക്ക് തലേ ദിവസം അയച്ചു. ഒരു ചെറിയ കുട്ടി മാത്രമേ ഇവളെ സഹായിക്കാൻ വേണ്ടിയുള്ളൂ, ജോലിയൊക്കെ ചെയ്യാൻ സഹായിക്കാൻ വേണ്ടിയുള്ളത് ഒരു ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ അവൾ കിടക്കുകയാണ്. ഞാൻ അടുത്ത് കസേരയിട്ടിരുന്ന്, അവൾ തലേ ദിവസം കുമ്പസാരിച്ചതുപോലെ അല്ല, ഈ 4 ദിവസം കഴിഞ്ഞുള്ള കുമ്പസാരത്തിന് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ കുമ്പസാരത്തെ പോലെ അല്ലത്. അവൾ ഓരോ പാപം ഏറ്റു പറയുമ്പോഴും ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവൾ പാപങ്ങളെല്ലാം ഏറ്റു പറയുന്നത്. ആ പാപങ്ങളെല്ലാം അവൾ എഴുതി വെച്ചിട്ടുണ്ട്. കിടന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നുണ്ട്, ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ ചെറിയ 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 പാപങ്ങളെന്ന് അവൾ കരുതിയിരുന്നതെല്ലാം കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു. കുറേ അധികം സമയമെടുത്ത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതായത് ഒരു അന്തരീക്ഷത്തിലേക്ക് ആത്മാവ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വേഗം പിടികിട്ടും. അപ്പോൾ ഈ കുമ്പസാരത്തിന് ഇവള് പാപം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ആ മുറിയിലേക്ക് ഇറങ്ങി വന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു, മോളെ ഈശോ ഈ മുറിയിൽ ഇപ്പോൾ ഉണ്ട്. ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ കരച്ചിലിന് ശക്തി കൂടിയിട്ട് അവൾ പറഞ്ഞു, അച്ഛാ 100 വട്ടം ഞാനത് വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഈ പാപങ്ങൾ ഓരോന്ന് എഴുതി മനസ്താപത്തോടെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് 10,000 ഉറുമ്പുകൾ എൻ്റെ നട്ടെല്ലിലൂടെ ഇഴഞ്ഞു പോകുന്നത് പോലെ എൻ്റെ ശരീരത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടാകാൻ തുടങ്ങി. അതിപ്പോഴും എനിക്കുണ്ടത്, എൻ്റെ ശരീരത്തിലുണ്ടത്. എന്തോ കർത്താവ് എന്നിൽ പ്രവർത്തിക്കുന്നു എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു. കുമ്പസാരം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവളോട് ഞാൻ പറഞ്ഞു, പ്രായശ്ചിത്തം എല്ലാം കൊടുത്ത് ആശീർവാദം എല്ലാം കൊടുത്തിട്ട് അവളോട് ഞാൻ പറഞ്ഞു, സത്യം എൻ്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ പറയട്ടെ, എനിക്ക് നിന്നെ ഇപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കണമെന്നുണ്ട്. എൻ്റെ മനസ്സിൽ അതിന് മുമ്പോ അതിന് ശേഷമോ തളർന്നു കിടക്കുന്ന ഒരാളെടുത്ത് എത്തുമ്പോൾ അതുപോലെ സ്ട്രോങ് ആയിട്ടൊരു ഫീലിംഗ് വന്നിട്ടില്ല. ഇയാളങ്ങ് എഴുന്നേൽപ്പിച്ചാലോ? അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. ഞാൻ പറഞ്ഞു, മോളെ എൻ്റെ മനസ്സിൽ വളരെ സത്യസന്ധമായിട്ട് ഇപ്പം ഞാൻ എന്താ ഫീൽ ചെയ്യുന്നത് പറയട്ടെ, എനിക്ക് നിന്നെ ഇപ്പം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തോന്നുകയാണ്. അപ്പം ഞാൻ ഒരു കാര്യം ഓർത്തു, ഒരു പ്രൂഡൻസിൻ്റെ പ്രശ്നമുണ്ട് അതിനകത്ത്. കാരണം ഞാനും ഇവളും ആ കൊച്ചു പെൺകുട്ടിയും മാത്രമേ ആ വീട്ടിലുള്ളൂ. അപ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ മാനുഷിക ബുദ്ധിയിൽ. അതായത് ഇവള് തളർന്നു കിടക്കുന്നൊരു കുട്ടിയാണ്. ഞാൻ ഇവളെ ഇപ്പോൾ എഴുന്നേൽപ്പിക്കണമെന്ന് എൻ്റെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഒരു ശക്തമായ പ്രേരണ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇവളെ എഴുന്നേൽപ്പിച്ചാൽ ഒരു സഹായം വേണ്ടി വന്നാൽ, എനിക്ക് ആ പരിചയമില്ലാത്തൊരു നാടാണ്, എന്നെ കൊണ്ടുവിട്ട ചെറുപ്പക്കാർ പോയി കഴിഞ്ഞു, ഈ വീട്ടിലൊരു കൊച്ചു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു പ്രൂഡൻസിൻ്റെ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നിയിട്ട് അത് വിവേകമാവില്ല എന്ന് ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ നിന്നോട് കാര്യം പറയട്ടെ, നിൻ്റെ ഭർത്താവ് വരുമ്പോൾ 5 മണിക്ക് നിൻ്റെ ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ ഞാൻ നിന്നോട് പറയുകയാണ്, നീ ഭർത്താവിനോട് പറഞ്ഞിട്ട് അങ്ങ് എഴുന്നേക്കണം. അവൾ കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ എഴുന്നേക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ഭർത്താവിൻ്റെ കൂട്ടുകാർ വന്നു, അവരെന്നെ തിരിച്ച് പള്ളി കൊണ്ടുവിട്ടു. വൈകിട്ട് 5 മണിക്ക് ഭർത്താവ് വന്നപ്പോൾ അവൾ പറഞ്ഞു, അച്ചാച്ചാ എനിക്ക് എഴുന്നേക്കണമെന്ന് പറഞ്ഞു.
അവൻ പറഞ്ഞു വിഡ്ഢിത്തരം പറയരുതെന്ന് പറഞ്ഞു. എഴുന്നേക്കണമെന്നോ? അപ്പോൾ പറഞ്ഞു എന്നെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. നിനക്ക് വയ്യാത്ത നീ എന്ത് വിഡ്ഢിത്തരം പറയുന്നേ? തമാശ പറയാണോ? നീ തളർന്നു കിടക്കല്ലേ, നിനക്കെന്താ മാനസിക സ്ഥിരത, ബുദ്ധി സ്ഥിരത പോയോ? അവൾ പറഞ്ഞില്ല, എനിക്ക് എഴുന്നേക്കണം, എന്നെ കർത്താവ് സുഖപ്പെടുത്തും, എനിക്ക് എഴുന്നേക്കണം. അവൻ പറഞ്ഞു നീ അബദ്ധം പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു നീ ഇങ്ങനെ പറയാൻ ഇപ്പം എന്താ കാരണം? അവൾ മറുപടി പറയുകയാണ്, അച്ഛൻ കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എഴുന്നേക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ പലതും പറയുന്നു അവൻ പറഞ്ഞു. അച്ഛനല്ല നിനക്ക് ചെലവിന് വരുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അവന് ദേഷ്യം വന്നു, കാരണം അവൻ ഈ സാഹചര്യം ഒന്നും അറിയില്ല. അപ്പോൾ ഇവളിങ്ങനെ തളർന്ന് കിടക്കുന്ന, എല്ല് പൊടിയുന്ന രോഗമുള്ള, സർജറി ചെയ്താൽ പോലും ഡോക്ടേഴ്സ് ഉറപ്പ് പറയാത്ത അങ്ങനെ കിടക്കുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് എഴുന്നേക്കണമെന്ന് പറയുമ്പോൾ അവൻ അരിശം വന്നു. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ പറഞ്ഞു മര്യാദക്കോടെ കിടക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവള് വാവിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് എഴുന്നേക്കണം, എന്നെ സഹായിക്കാൻ പറഞ്ഞു. എന്നെ ഇങ്ങനെ കൈനീട്ടി. അവൻ ഒരു തരത്തിൽ അതിന് സമ്മതിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 7 മണിയായി. അപ്പം തലേന്ന് വിളിച്ച് ഫോണിലൂടെ കൗൺസിലിംഗ് കൊടുത്ത ആ സഹോദരൻ വേറൊരു രാജ്യത്താണ്. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. കർത്താവ് ഹൃദയത്തിൽ പറയുകയാണ് അവളെ വിളിക്കും. അപ്പോൾ ഇത് എന്ത് ചെയ്തു? ആ രാജ്യത്ത് നിന്ന് ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കർത്താവ് നിന്നെ സുഖപ്പെടുത്തിയിട്ട് നീ എന്താണ് എഴുന്നേൽക്കാത്തത്? ഇവള് ചോദിക്കുകയാണ്, കർത്താവ് നിന്നെ സുഖപ്പെടുത്തിയിട്ട് നീ എന്താണ് എഴുന്നേൽക്കാത്തത്? അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെതി പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അവള് ഈ ഫോണിലൂടെ ഇത് സംസാരിക്കുന്ന ആളോട്, ആ സഹോദരനോട് അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് അതിന് സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഭർത്താവിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഭർത്താവിന് ഫോൺ കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് നിന്റെ ഭാര്യയെ കർത്താവ് സുഖപ്പെടുത്തി കഴിഞ്ഞു, നീ അതിന് തടസ്സം നിൽക്കരുത്, എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു. അവൻ മനസ്സോടെ കൈ നീട്ടി കൊടുത്ത് വളരെ ലാഘവത്തോടെ ഈ തളർന്നു കിടന്ന പെങ്കൊച്ച് അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് ലിറ്ററലി സംഭവിച്ചത് ഞാൻ പറയാം. അവനെ വട്ടം ചുറ്റി പൊക്കിയെടുത്തു. ഈ തളർന്നു കിടന്നവൾ പൊക്കിയെടുത്തിട്ട് അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ തളർന്നു കിടന്ന പെൺകുട്ടി എഴുന്നേറ്റ് ഇവനെ അങ്ങ് എടുത്ത് പൊക്കി. 9 മണിക്ക് ഞാൻ എൻ്റെ പള്ളിമുറിയിലിരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവോട് എൻ്റെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ സംഭവമാണിത്. മുട്ടയിൽ നിന്ന് ആശീർവാദം വാങ്ങിച്ച് അവൾ തിരിച്ചു പോയി. കുമ്പസാരക്കൂട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള അനേക അനുഭവങ്ങളിൽ ഒന്നാണിത്. കർത്താവിൻ്റെ കരം ഒരു വ്യക്തിയുടെ മേൽ പ്രകടമായി, ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ഇറങ്ങി വരുന്ന ഒരു അഭിഷേകമാണ് കുമ്പസാരം. അതുകൊണ്ടാണ് പിശാച് അനേകം പേരെ കുമ്പസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കുന്നത്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. എന്തുകൊണ്ട് കുമ്പസാരിക്കണം? ഞാൻ ചില ന്യായങ്ങൾ പറയാം. നിങ്ങൾക്ക് വിശ്വാസം വരുന്നെങ്കിൽ മാത്രം നിങ്ങൾ കുമ്പസാരിച്ചാൽ മതി. അതായത് ഞാൻ ചില ബോധ്യങ്ങൾ പങ്കുവെക്കാം. എന്തിനാണ് നമ്മൾ കുമ്പസാരിക്കേണ്ടത്? 1, സുഭാഷിതം 28:13, പ്രോവേർബ്സ് 28:13. സുഭാഷിതം 28:13 ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, തെറ്റുകൾ മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല. റീസൺ നമ്പർ 1, കുമ്പസാരിക്കേണ്ടതിൻ്റെ ആവശ്യകത ദൈവവചനം പറയുകയാണ്. സുഭാഷിതം 28:13, തെറ്റുകൾ മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല. ഒന്നുറക്കെ പറഞ്ഞേ, തെറ്റുകൾ മറച്ചു പിടിക്കുന്നവന്, ഉച്ചത്തി പറഞ്ഞേ, തെറ്റുകൾ മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, തെറ്റുകൾ മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ കിട്ടും. ഇപ്പം നമ്മൾ നമ്മുടെ തെറ്റുകൾ മൂടി വെച്ചാൽ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, തെറ്റ് വരാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? നിങ്ങളുമില്ല, ഞാനുമില്ല. തെറ്റ് വരാത്ത ഒറ്റ ആൾ പോലും ഇല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും തെറ്റ് വരും, എല്ലാ കർദിനാളന്മാർക്കും തെറ്റ് വരാം, മെത്രാന്മാർക്കും വൈദികർക്കും അൽമായർക്കും എല്ലാവർക്കും തെറ്റ് സംഭവിക്കാം. തെറ്റ് വരാത്ത ആരെങ്കിലും ഭൂമിയിലുണ്ടോ? ആരുമില്ല. പാപികളല്ലാത്ത ആരുമില്ല. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, തെറ്റു വരാം, പക്ഷേ തെറ്റു വരുന്നതല്ല ദൈവത്തിൻ്റെ പ്രശ്നം. വിശുദ്ധ ബർണദീത്തായോട് കർത്താവ് പറഞ്ഞു,
പാപം ചെയ്യുന്നവരല്ല പാപികൾ, പാപത്തെ സ്നേഹിക്കുന്നവരാണ് പാപികൾ. പാപം ചെയ്യുന്നവരല്ല പാപികൾ, പാപത്തെ സ്നേഹിക്കുന്നവരാണ് പാപികൾ. പാപത്തിൽ കിടക്കുന്നവരാണ് പാപികൾ, പാപം ചെയ്യുന്നവരല്ല. പാപം വന്നു പോകുന്നവരല്ല പാപികൾ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ 10,800 ചെറുപ്പക്കാരിൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, പാപികൾ ആരാണ്? പാപം ചെയ്യുന്നവരല്ല, പാപം ചെയ്തവരല്ല, മറിച്ച് പാപത്തിൽ കിടക്കുന്നവർ, പാപത്തിൽ സ്നേഹം കണ്ടെത്തിയവർ, സന്തോഷം കണ്ടെത്തിയവർ, പാപത്തെ സ്നേഹിച്ച് പാപം ഉപേക്ഷിക്കാൻ താല്പര്യമില്ലാതെ കിടക്കുന്നവർ, അവരാണ് പാപികൾ. അപ്പൊ ദൈവം പാപി എന്ന് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത് തെറ്റ് വന്നുപോയ ആളുകളൊന്നും അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മനുഷ്യന് ചെയ്യാവുന്ന എല്ലാ തെറ്റും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളെ ദൈവം പാപി എന്ന് വിളിക്കില്ല. പാപി എന്ന് എപ്പോഴാണ് വിളിക്കുന്നത്? പാപി എന്ന് വിളിക്കുന്നത് നമ്മൾ പാപത്തെ സ്നേഹിച്ച് പാപത്തെ തന്നെ കടന്ന് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു താല്പര്യമില്ലാതെ പാപത്തെ ന്യായീകരിച്ച് പാപത്തിന്റെ സന്തോഷം അനുഭവിച്ച് പാപത്തെ സ്നേഹിക്കുമ്പോൾ, വിശുദ്ധ ഭരണദീത്തായോട് ഈശോ പറഞ്ഞു, പാപത്തെ സ്നേഹിക്കുന്നവരാണ് പാപികൾ, അല്ലാതെ പാപം ചെയ്യുന്നവരല്ല. എൻ്റെ പൊന്നും മകനെ, മകളെ, സഹോദര, സഹോദരി, നീ പാപിയല്ല. എപ്പോഴാണ് പാപിയാവുന്നത്? നീ പാപത്തെ എന്ന് മുതൽ സ്നേഹിച്ചു തുടങ്ങുന്നോ, പാപത്തെ എന്ന് മുതൽ ന്യായീകരിച്ചു തുടങ്ങുന്നോ, പാപത്തെ എന്ന് മുതൽ മൂടി വെച്ച് ജീവിക്കാൻ തുടങ്ങുന്നു, അപ്പം മാത്രമാണ് പാപികൾ. എന്നാൽ പാപത്തെക്കുറിച്ച് കരയുമ്പോൾ, പാപത്തെക്കുറിച്ച് വേദനിക്കുമ്പോൾ, പാപത്തെ ഓർത്ത് സങ്കടപ്പെടുമ്പോൾ നീ പാപിയല്ല. നിന്നെ ദൈവം വിളിക്കുന്നത് വിശുദ്ധൻ എന്നാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പൊന്നു മക്കളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, തെറ്റ് മൂടി വെക്കരുത്. തെറ്റ് മൂടി വെച്ചാൽ വചനം പറയുകയാണ്, അങ്ങനെയുള്ള വ്യക്തിക്ക് ഐശ്വര്യം ഉണ്ടാവില്ല. ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ അനേക ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതായത് തെറ്റ് മൂടി വെച്ചൊരു വ്യക്തി പാപം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ വഴി തുറക്കപ്പെടും. പാപം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഐശ്വര്യം ഉണ്ടാവാൻ തുടങ്ങും. പാപം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ വഴി തുറക്കാൻ തുടങ്ങും. ഞാൻ എപ്പോഴും ആവർത്തിച്ച് എൻ്റെ മനസ്സിൽ വരുന്ന ഉദാഹരണങ്ങളിൽ ഒന്നാണ് ഈ കാഞ്ഞങ്ങാട് കാവേരി ബാർ നടത്തിയിരുന്ന ഔസേപ്പച്ചൻ. കാവേരി എന്ന പേരിൽ കാഞ്ഞങ്ങാട് ബാർ നടത്തിയിരുന്ന ഔസേപ്പച്ചൻ മദ്യവെച്ച് മദ്യക്കച്ചവടം നടത്തിയിരുന്ന ഈ മനുഷ്യന്റെ മദ്യശാലയിൽ നിന്ന് മദ്യവെച്ച് 100 കണക്കിന് 1000 കുടുംബങ്ങൾ നശിച്ചപ്പോൾ സങ്കീർത്തനം 39:11 ഒരു വചനമുണ്ട്. സങ്കീർത്തനം 39:11 പറയുന്നത്, പാപം നിമിത്തം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവൻ ഏറ്റവും പ്രിയങ്കരമായതിനെ കീടത്തെ പോലെ നശിപ്പിക്കും. പാപം നിമിത്തം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവൻ ഏറ്റവും പ്രിയങ്കരമായതിനെ കീടത്തെ പോലെ നശിപ്പിക്കും. എന്ന് വെച്ചാലേ, ഇപ്പം ഞാൻ പാപത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ, ഞാൻ പാപത്തിൽ തന്നെ കിടക്കുകയാണ്, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഒരു താല്പര്യമില്ല, ഞാൻ പാപത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പാപിയല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കുമ്പസാരിക്കാൻ താല്പര്യമില്ലാതെ ജീവിക്കുകയാണ്. ഇങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൻ്റെ മേൽ കൈവെക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം വരാൻ തുടങ്ങും. ഇതാണ് സങ്കീർത്തനം 39:11. അപ്പോൾ ഒരപ്പൻ പാപത്തിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ, അപ്പൻ മകനെ വളരെയധികം സ്നേഹിക്കുകയാണെങ്കിൽ, ആ മകൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം വരാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് സങ്കീർത്തനം 39:11. ഔസേപ്പച്ചൻ കാവേരി ബാർ നടത്തി 10,000 കുടുംബങ്ങളെ കണ്ണുനീരിൽ ആഴ്ത്തിയപ്പോൾ, മദ്യക്കച്ചവടം നടത്തി, അതിൻ്റെ കൂടെ വേറെ ചില കാര്യങ്ങൾ അത് ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഈ മനുഷ്യൻ ആ കുടുംബങ്ങളെ തകർത്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാം? മകൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. സ്വന്തം മകൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. ആ മകനെയും കൊണ്ട് അതിരമ്പുഴ കാരിസ് ഭവനിൽ ധ്യാനിക്കാൻ പോയി. ജെയിംസ് മഞ്ഞാക്കലച്ചനാണ് അന്ന് ധ്യാനം നടത്തുന്നത്. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഔസേപ്പച്ച, നിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ കണ്ണുനീര് കിടക്കാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നീ എന്താ ചെയ്യുന്നേ? മദ്യക്കച്ചവടം നിർത്താൻ പറഞ്ഞു. വീട്ടിലേക്ക് ചെന്ന് ഇത് പങ്കുവെക്കുമ്പോൾ പലരും പറഞ്ഞു, അബദ്ധം കാണിക്കരുത്. കാരണം അച്ഛന്മാരങ്ങനെ പലതും പറയും. കൂട്ടുകാരും ബന്ധുക്കളും പലരും ഔസേപ്പച്ചനെ ഉപദേശിച്ചു, മണ്ടത്തരം കാണിക്കരുത്. പക്ഷേ മനസ്സിൻ്റെ ഒരു വശത്ത് ദൈവവും മനസ്സിൻ്റെ മറുവശത്ത് പിശാചും ചേർന്ന് നടത്തിയ ഒരു സംഘർഷത്തിൻ്റെ നടുവിലകപ്പെട്ട ഈ മനുഷ്യൻ ഒടുവിൽ ദൈവം വിജയിച്ച് ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് തിരിയാൻ തീരുമാനിച്ച് 1990 ഡിസംബർ മാസത്തിൽ കാഞ്ഞങ്ങാട്ടെ കാവേരി ബാർ എന്നേക്കുമായി അടച്ചുപൂട്ടി. അടുത്ത ആഴ്ചകളിൽ മകൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
ഞാനിത് കുമ്പസാരത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ പലയിടത്തും പറഞ്ഞ് അത് റെക്കോർഡ് ചെയ്യപ്പെട്ട് അത് വാട്സപ്പിലൂടെ പ്രചരിച്ച് അത് ഒടുവിൽ ഔസേപ്പച്ചൻ്റെ കയ്യിലെത്തി. പാലാ താബോറിൽ ഞാൻ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഔസേപ്പച്ചൻ എന്നെ കാണാൻ വന്നു, അവിടെ ധ്യാനം കൂടാൻ വന്നു. എന്നിട്ട് ഔസേപ്പച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ പറഞ്ഞിട്ടില്ലാത്ത മറ്റൊരു കഥ കൂടിയുണ്ട്. അച്ഛൻ പറഞ്ഞതല്ല സത്യം, ഇനി ഒന്നുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൂടെ പറയണം. ഔസേപ്പച്ചൻ പറഞ്ഞു, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയാൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ഈ പ്രസംഗിച്ചത് കറങ്ങി ഔസേപ്പച്ചൻ്റെ കൈ ചെല്ലുന്നത്. സങ്കീർത്തനം 39:11 പാപം നിമിത്തം ദൈവം മനുഷ്യനെ ശിക്ഷിക്കുമ്പോൾ അവൻ ഏറ്റവും പ്രിയങ്കരമായതിനെ കീടത്തെ പോലെ നശിപ്പിക്കുമെന്ന വചനം ഔസേപ്പച്ചൻ്റെ ഉദാഹരണം വെച്ച് ഞാൻ പറയുന്നത്, ഔസേപ്പച്ചൻ കേട്ടിട്ട് ഔസേപ്പച്ചൻ്റെ മനസ്സിൽ അന്ന് വരെ മറഞ്ഞു കിടന്നൊരു പാപം ഔസേപ്പച്ചൻ ഓർമ്മിക്കാൻ തുടങ്ങി. ഔസേപ്പച്ചൻ ഓർമ്മിച്ചത് ഈ കള്ളു കച്ചവടം നടത്തിയിരുന്ന കാലത്ത് വ്യാജച്ചാരായം വിറ്റ് ഔസേപ്പച്ചൻ വിറ്റ വ്യാജച്ചാരായം കുടിച്ച് 4-5 പേരുടെ കാഴ്ച പോയൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഔസേപ്പച്ചൻ ഇതുവരെയും കുമ്പസാരിച്ചിട്ടില്ല. ഔസേപ്പച്ചൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയാൻ തുടങ്ങി. ആ സമയത്താണ് ഈ വാട്സപ്പ് വീഡിയോ എത്തുന്നത്. ഔസേപ്പച്ചൻ ഇത് കണ്ടപ്പോൾ പഴയ കാര്യം ഓർമ്മ വന്നു. നേരെ ദേവാലയത്തിലേക്ക് പോയി കുമ്പസാര കൂട്ടിച്ചെന്നു. ഈ പാപം ഏറ്റു പറഞ്ഞിട്ട് ഔസേപ്പച്ചൻ അതിന് പ്രായശ്ചിത്തം പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു. ഔസേപ്പച്ചൻ്റെ അടുത്ത് പറയാണ്, ആ കുമ്പസാരത്തോടെ ആ തീരുമാനത്തോടെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധയോടെ കേൾക്കുക. അതായത് തെറ്റുകൾ മറച്ചു പിടിക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവില്ല. ആരാധിക്കാം നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് ആരാധിക്കാം നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. എല്ലാവരും ആരാധിക്കാം നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം നമുക്കാരാധിക്കാം, മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം നമുക്കാരാധിക്കാം, ആത്മാവിശക്തിയോട് ആരാധിക്കാം. എല്ലാം മറന്ന കർത്താവിനെ ആടിപ്പാടി ആരാധിക്കണം. സർവശക്തനായ ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പാപത്തെ എല്ലാം കഴുകി വിശുദ്ധീകരിച്ച് അവിടുന്ന്, പാപത്തിൻ്റെ കറകളിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിച്ച് അവിടുന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കാൻ, പ്രിയപ്പെട്ട മകനെ മകളെ, ഈ രാത്രിയിൽ നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിനം തുറന്ന് ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, സർവാധിപനായ ദൈവമേ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമേ, എല്ലാറ്റിനെയും പരിപാലിക്കുന്ന നിയന്ത്രിക്കുന്ന ദൈവമേ, ഈ ആലയത്തിൽ അങ്ങയുടെ ശക്തി നിറയണമേ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകണമേ. ഈ ആലയത്തിൻ്റെ ഏറ്റവും മുൻപിൽ മുതൽ പിൻഭാഗം വരെ കർത്താവേ, നിന്നെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടിയ ഈ മക്കളുടെ മേൽ പരിശുദ്ധനായവൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കണമേ. ലൂക്ക 6:19 അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എല്ലാവരെയും സുഖപ്പെടുത്തി. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ. ആരാധനയ്ക്ക് യോഗ്യര്, സർവശക്തനായവര്, ഉച്ചത്തിൽ വിളിക്കട്ടെ, ഈശോയേ. കരങ്ങളടിച്ച് ആരാധനയ്ക്ക് യോഗ്യനെ, നിന്നെ
വിശ്വനാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതി. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആരാധനയ്ക്ക് യോഗ്യനേ, ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 സർവശക്തനായ ദൈവമേ, ഈശോമിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ ഈ ആലയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സ്വർഗീയ പിതാവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഈ ആലയത്തിന്റെ മേൽ അയക്കണമേ. ഓരോ മകന്റെ മേലും മകളുടെ മേലും കർത്താവിന്റെ ശക്തി വന്ന് നിറയണമേ. കർത്താവേ, എടുത്തു മാറ്റാനാവാത്ത തിന്മയുടെ സ്വാധീനങ്ങളുടെ മേൽ, എടുത്തു മാറ്റാനാവാത്ത പാപത്തിന്റെ ശക്തികളുടെ മേൽ, ദുരാസക്തികളുടെ മേൽ, തഴക്കദോഷങ്ങളുടെ മേൽ, തിന്മയുടെ പാപസ്വാധീനങ്ങളുടെ മേൽ ദൈവമേ, ഓരോ മകന്റെ മേലും മകളുടെ മേലും ഈശോമിശിഹായുടെ കുരിശുമരണത്തിന്റെ പീഡാനുഭവത്തിന്റെ ഉത്ഥാനത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കണമേ. ഉച്ചത്തിൽ വിളിക്കട്ടെ ഈശോയേ. എല്ലാ മക്കളും മുട്ടുമേ നിൽക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അനവധിയായ ദാനങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ മേൽ വാരിക്കോരി ചൊരിയുന്ന വലിയൊരു ആശീർവാദത്തിൻ്റെ സമയമാണിത്. കുമ്പസാരിച്ച് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ഈശോയുടെ സ്വന്തമാകാൻ തീരുമാനമെടുത്ത് ഓർമ്മയിലുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഈശോയുടെ ആ മഹാസ്നേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന മകനെ മകളെ കർത്താവ് ഈ ആശീർവാദം തരുന്നത് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിന്നെ ഒരു അനുഗ്രഹമാക്കാനാണ്, അനുഗ്രഹത്തിൻ്റെ അവകാശിയായി നിന്നെ മാറ്റാനാണ്. ലോകത്തിൻ്റെ അതിർത്തികളോളം നിന്നെ ഒരു അനുഗ്രഹമായി ഉയർത്തി നിർത്താനാണ് കർത്താവ് ഈ ആശീർവാദം തരുന്നത്. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം തരുമ്പോൾ രണ്ട് കരങ്ങൾ യേശുവിലേക്ക് നീട്ടിപ്പിടിച്ച് എത്രത്തോളം നിങ്ങൾ കൃപ ആഗ്രഹിക്കുന്നു അത്രത്തോളം ഈശോയുടെ വലിയ സ്നേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.